വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഒന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കൊള്ളാലോടാ, അത് പുതിയ കാറാ ഉണ്ട്, ഒരു റൈസിന് വന്നു. റൈസിന് എന്താ പോവാലോ, റേസിന് എന്തായാലും നമുക്ക് വിളിച്ചു നോക്കാം. വരുന്നുണ്ടോ അവനപ്പോ ഓടിക്കണ റേസ്, നമ്മുടെ സിവിക്ക് എന്തായാലും ഓടിക്കണം. ഓടിച്ചോ ഓടിക്കണം ഓടിച്ചോ ഓടിച്ചോ ഓടിക്കട്ടെ. ഓക്കെ, അപ്പൊ അവൻ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത്. എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത്? അപ്പൊ മച്ചാല് ഇങ്ങനെ പോണു എന്റെ കട. ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോണ്ട, നന്നായിട്ട് പോണു. ശരി. വേറെന്താ പരിപാടി? വേറൊരു പരിപാടി ഇല്ല. ഞങ്ങളിപ്പോ നിന്റെ വണ്ടി ഓടിച്ചു നോക്കാൻ വേണ്ടി വന്നു. നമ്മളെ മറ്റേ വീട്ടിലോട്ട് പോണേ, ശശാങ്കന്റെ വീട്ടിലോട്ട് പോണതാ. അവനിപ്പോ ജീവിച്ചിരിപ്പുണ്ടാടാ, ജീവിച്ചിട്ട് ഇരിക്കണ്ട്. പയ്യ സൈക്കിളപ്പില്ല. നമുക്കൊന്ന് ശശാങ്കനെ കൂടെ കൊണ്ടിട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ അവനെന്തായാലും ഓഫ് റോഡ് ടയർ ഫിറ്റ് ചെയ്തിട്ട് ഗൈസൊക്കെ. അപ്പോൾ അവനെന്തായാലും ഓടിച്ച് മടക്കുന്നതാണ് പറഞ്ഞത്. ഓടിച്ചു കൊടുത്തില്ല എനിക്ക് എൻ്റെ ഫോൺ ലാഗടിക്കും. എടാ ഓടിച്ചു കൊടുത്താ അവനക്ക്? ഓടിച്ചു കൊടുക്കണേ നിന്റെ കിണ്ണം വണ്ടി. എനിക്ക് നിന്റെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം. നീ പുതിയ വണ്ടി എടുക്കട്ടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് നിന്നെ പറയാൻ വിട്ടു വേണം, നിന്റെ കാര്യം വിട്ടു. നേരെ എൻ്റെ വണ്ടി ഓടിക്കാം. ഓക്കെ, നമുക്ക് ഇവൻ്റെ വണ്ടി ഒന്ന് ഓടിക്കാം. ഓക്കെ, നേഴ്സ് വണ്ടിയാണെന്ന് പറഞ്ഞു. എന്തായാലും നേഴ്സ് വണ്ടിയാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്തായാലും ഓടിച്ചു നോക്കാം. അപ്പം നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് വേണം. എയർപോർട്ടിലാണ് ഇവൻ്റെ വണ്ടി വന്നത്. നമ്മുടെ മച്ചാൻ്റെ വണ്ടിയിലൊക്കെ ഉണ്ട്. എനിക്ക് നേരെ അവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നേഴ്സ് വണ്ടിയാണ്, നേഴ്സ് വണ്ടിയാണെന്നാണ് പറഞ്ഞത്. പോലീസുകാരാ, പോലീസിൻ്റെ എന്തായാലും ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേഴ്സ് ഉണ്ടല്ലോ, നേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇതിനകത്ത് എത്ര റേറ്റിംഗ് കൊടുക്കുമെന്ന് പറയണേ? BM അത് BM എന്തായാലും മൈ ഫേവറേറ്റ് വണ്ടിയാണ്. നമുക്ക് എന്തായാലും ഒന്ന് കറങ്ങാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഇവിടെ നിന്ന്. ഓക്കെ, നമുക്ക് മച്ചാന് വല്ല ഗിഫ്റ്റ് വല്ല കൊടുത്താലോ? എടാ നിനക്കൊരു ഗിഫ്റ്റ് ഒന്നും വേണം? എനിക്ക് കുറച്ച് പൈസ കിട്ടിയാൽ കൊള്ളാമല്ലോ. അപ്പോൾ പൈസ കിട്ടിയാൽ നോക്കാം. പൈസ വേണോ? അല്ലേ, അതിനകത്ത് ഞങ്ങളുടെ പൈസ. എനിക്കൊരു ബൈക്ക് വണ്ടി എടുക്കാനാണോ? ചെറിയൊരു കാറെടുക്കാനോ? ഞാൻ വരാതോടാ എടുക്കട്ടെ. അതിൻ്റെ അടി വെക്കണ്ടേ വണ്ടി? അതാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നോക്കാം, പറ്റി ഒരു പൈസ എടുക്കാം. എത്ര വേണം? 3000 ആണോ? 3000 അയച്ചിട്ടുണ്ട്. ചെക്കി ഓക്കെടാ, താങ്ക്സടാ. എനിക്ക് ആരും ഇങ്ങനെ സഹായമൊന്നും ചെയ്തിട്ടില്ല. ഓടാ. ശരി. ഞാൻ വീട്ടിൽ പോകട്ടെ. നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഓക്കെ, പിന്നെ നമ്മൾ ബാറ്ററി തുടങ്ങിയിട്ടുണ്ട്. ആ ബാറ്ററിയിലും കൂടെ ഒന്ന് കയറിയിട്ട്. ഓക്കെ, പയ്യന്മാര് വല്ല
ജോലിയൊക്കെ ഉണ്ടെന്ന് ഇപ്പം എന്തായാലും ബാക്കിൽ ചെന്നിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ കട എത്തിയിട്ടുണ്ട്. ഓക്കെ, അത് വൈകുന്നേരം വന്നിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവരാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കണം ഗൈസ്. ഓക്കെ, കടയൊക്കെ എന്താ ചെയ്യാൻ നോക്കണം. ഓക്കെ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം. ഫ്ലാറ്റ് എടുക്കില്ലേ എന്തൊക്കെ ഓക്കെ, നമ്മുടെ പയ്യന്മാർ ജോലി എടുക്കേണ്ടെന്ന് പറയും. നമ്മുടെ 2 പയ്യന്മാരും കൂടെ വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ നിനക്ക് ഇതേക്കാം. ഓക്കെ, കുഴപ്പമില്ല, അപ്പൊ തരാൻ മതി. എനിക്ക് നാളെ തന്നെ വേണം, കാരണം നാളെ എങ്ങനെയും വിളിച്ചറിയണം. ഓക്കെ, നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് എന്നെ പിടിക്കാൻ പോയി സാർ ഓവർ മോഡിഫിക്കേഷൻ ഒന്നും സമയത്തില്ലെന്ന് പറഞ്ഞില്ലേ സാറപ്പം ഈ വണ്ടി കൊണ്ടുനടക്കുന്ന ഇതെന്ത് മോഡിഫിക്കേഷൻ ഇത് പോലീസുകാരെ അടുത്ത് നീ ഇടപെടല. ഓക്കെ, നീ ഇതൊരു അറസ്റ്റ് ആയിട്ടുണ്ട്. നീ എന്തായാലും വണ്ടി കയറാൻ നോക്ക്. ഇതൊരു അറസ്റ്റാണ് സാറേ. ഇത് ഓവർ മോഡിഫിക്കേഷൻ ഒന്നും ഇല്ല. എൻ്റെ പേരും കൊടുത്ത് പിന്നെ കുറച്ച് കളറും കൊടുത്തു, അത്രയേ ഉള്ളൂ. അതാ ഇതൊക്കെ നിയമവിരുദ്ധ, നിനക്കതറിയാത്തല്ല സാറേ. ഇതെന്താ സാറേ, അത് പോലീസുകാർ ഇങ്ങോട്ട് ചോദ്യം ചെയ്യണ്ട, നീ കയറിക്കോ. കാര്യം അപ്പം പോവാ, നേരെ വിടാം. അറിയാ എന്നോടൊക്കെ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ട് പോലീസുകാരുടെ വണ്ടി കിട്ടി. എന്തിരിയാ സാറേ എന്നെ അറസ്റ്റ് ചെയ്തത്? എന്നൊരു ചെയ്യണ്ടോ? നിനക്കിട്ട് ഞാൻ തരാം, വാ സ്റ്റേഷനിലോട്ടോ. കേസ് ഇപ്പോൾ തന്നെ ഇയാൾ കൊല്ലം കേസ്. നിങ്ങൾ ഒന്ന് സബ് ചെയ്തേക്കണം. നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരാം.